അല്ല ശിവേട്ടൻ പണ്ടറ ബുദ്ധിക്കാരനല്ലേ? ഞാൻ ചോദ്യം അങ്ങോട്ട് ചോദിച്ചോട്ടെ. പി. സഞ്ജീവ്, സംസ്ഥാനത്ത് ഒരു ക്യാമ്പസിൽ നേരത്തെ റിമാൻഡ് റിപ്പോർട്ടിൽ വായിച്ചു കേൾപ്പിച്ചതുപോലെ വിൽക്കാൻ കണക്കിന് കിലോ കണക്കിന് കഞ്ചാവ് എത്തുന്നു. അത് സൂക്ഷിച്ചു വെക്കാൻ ഹോസ്റ്റൽ മുറിയിൽ ഇടം കിട്ടുന്നു. അതങ്ങനെ വിടാൻ പറ്റുമോ ബ്രദർ? അതെങ്ങനെ വിടാൻ പറ്റും? മുതലാളി, ലോകത്തിൽ നിന്ന് വരെ ആരും കാണിച്ചിട്ടില്ലാത്ത ഒരു തറവേല ഞാനിപ്പോ ഇവിടെ കാണിക്കാൻ പോവാണ്. കൂടെ നിന്നോണം. നീ വേഗം കാണിക്കേ. കുറെ ശബ്ദമുണ്ടാക്കി ഈ ഷൗട്ടിംഗ് ആയിട്ട് കുറെ കാര്യങ്ങൾ സംസാരിച്ചാൽ അത് ശരിയാകും എന്നുള്ള നിലയിലേക്കല്ല. ഞാൻ ഇവിടെ കൃത്യമായി എന്റെ സംഘടനയുടെ നിലപാട് പറയാനാണ് വന്നത്. എന്താ കാര്യം? കുറെ നാളായി ഇത് തുടങ്ങിയിട്ട്. ഇന്നെനിക്ക് രണ്ടിലൊന്നറിയണം. കേരളത്തിലെമ്പാടും നടന്നുകൊണ്ടിരിക്കുന്ന ലഹരി വേട്ടക്ക് കൃത്യമായി നടന്നിട്ടുള്ള അതിന്റെ ഭാഗമായി ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ഒരു പ്രശ്നമുണ്ടായി. ഞങ്ങൾ അതിൽ കൃത്യമായി നിലപാട് പറഞ്ഞു. ആ ബന്ധപ്പെട്ട ആൾക്കെതിരെ ഞങ്ങൾ നടപടിയുമായി മുന്നോട്ട് പോകുന്നു. ഞാൻ നേരത്തെ പറഞ്ഞാണല്ലോ, തൃശ്ശൂർ വെച്ച് ഞാൻ എന്റെ നിലപാട് പറഞ്ഞാണല്ലോ. എന്നൊക്കെ പറയണ്. സത്യമായി പറയുന്നവനായി ഈ രാജാക്കൻ. ആ റൂമിൽ നിന്ന്, അയാൾ താമസിക്കുന്ന റൂമിൽ നിന്ന് 9 ഗ്രാം കഞ്ചാവ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അയാളുടെ അറിവ് ആ കഞ്ചാവ് അവിടെ ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ അയാൾക്ക് ധാരണ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അതിന്റെ ഒരു ജാഗ്രത കുറവുണ്ടായിട്ടുള്ള മനസ്സിലാക്കണ്ട. നിന്റെ ബോധക്കേട് ഇപ്പോഴും മാറിയിട്ടില്ല. നിങ്ങൾ ഈ പറഞ്ഞ വിദ്യാർത്ഥിയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഇപ്പോഴും ആവർത്തിക്കുന്നു, അയാൾ ഏത് വൈദ്യ പരിശോധനയ്ക്കും തയ്യാറാണ്. അയാൾ ജീവിതത്തിൽ ഇത് ഉപയോഗിച്ചിട്ടില്ല. വെറുതെ ചിരിപ്പിക്കരുത്. ഒരു കള്ളൻ കുറെ നുണ പറയാനും നീയൊക്കെ അത് കേട്ട് വായും പൊളിച്ച് നിൽക്കാൻ. അയാൾ ഇത് വിൽപ്പനക്ക് നിൽക്കാറില്ല. ഈ ഫൂളിഷ് ലൈസ് ഒക്കെ എല്ലാവരും വിശ്വസിക്കുന്നു വിചാരിച്ചിട്ടാ? സ്വന്തം ഇഷ്ടത്തിന് തട്ടിവിടുന്ന നാക്കെടുത്താന്നുണേ പറയൂ. അവിടെ ഉപയോഗത്തിന് മാത്രമല്ല വിൽപ്പനയ്ക്കുമായി എത്തിച്ചതാണ്. അതിനുവേണ്ട കവർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവിടെ നിന്ന് പിടിച്ചു എന്നാണ് ഈ കളമശ്ശേരിയിലെ പോലീസ് തന്നെ പറയുന്നത്. തോന്നി അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. ഈ ലോകത്തിന്റെ ഒരു പോക്കേ. ഇനി SFI ശരി, SFIയുടെ വാദം ശരിവെക്കുവാണെങ്കിൽ SFI സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞതാണ് ശരിയെങ്കിൽ SFI സംസ്ഥാന പ്രസിഡന്റ് SFIയുടെ നേതൃത്വത്തിൽ കളമശ്ശേരി പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു മാർച്ച് വെക്കാത്ത എന്തിയാ? നിങ്ങളുടെ തണ്ടലിനുള്ള ബലയില്ലേ? മിസ്റ്റർ ഭരണകക്ഷിയാണ്, നിങ്ങൾ ഇതിൽ ദുഃഖിക്കേണ്ടി വരും. എന്തായാലും നിന്നെ ഇനി ഇവിടെ വെച്ച് പൊറപ്പിക്കുന്ന പ്രശ്നമേ ഇല്ല. അതെയോ പിണറായി വിജയനെ ഇങ്ങനെ ഓശാനിച്ച് നിൽക്കൽ മാത്രമാണോ നിങ്ങളുടെ പണി? അതുമായിട്ട് എനിക്ക് ഇട്ടൊന്ന് വെച്ചതാണല്ലോ. എന്റെ സ്വഭാവം അങ്ങനെ, ഞാൻ വെക്കുമ്പോ എല്ലാവർക്കും ഇട്ടൊന്ന് കൊള്ളും. അതായത് SFIക്കാരൻ ഇതിനകത്ത് പെട്ടു. സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? ഇതേ സമയത്ത് തന്നെ മഹാരാജാസ് ഹോസ്റ്റലിലും യൂണിവേഴ്സിറ്റി ഹോസ്റ്റലിലും റെയ്ഡ് നടത്തിയാൽ SFIക്കാരൻ തന്നെ കുടുങ്ങും. ഓരോന്നോരോന്നെ പുറത്തേക്ക് വന്നോണ്ടിരിക്കുകയാണല്ലോ. പാച്ചേട്ടാ അവമാനിക്കരുത്, ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവനാണ്. നീ നല്ല കുടുംബത്തിൽ പറഞ്ഞു, ഞാൻ പിന്നെ മറ്റേ കുടുംബത്തിൽ പറഞ്ഞാണല്ലോ. അഭിരാജ് എന്ന് പറഞ്ഞവൻ നിങ്ങളുടെ ജനറൽ സെക്രട്ടറി, അവന്റെ മുറി കൊണ്ടുവന്ന് കഞ്ചാവ് വിൽപ്പന നടത്തി ഉപയോഗിക്കാൻ പറ്റിട്ട് അവന്റെ ജാഗ്രത കുറവുണ്ടാകുമെന്ന് നിങ്ങളെ പോലെ ഉളുപ്പില്ലായ്മയാണോ ഞാൻ പറഞ്ഞത്? കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കണേ? എന്നാ പിന്നെ വരാനുള്ളത് ഏതെങ്കിലും ഓട്ടോ പിടിച്ചു വരും മുമ്പ് ഞാൻ പോട്ടെ. ദൈവം കാക്കട്ടെ.